ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് ആൻഡ് ദ കാർഡ്സ് വി ഗോഡ് ദ ചാരിയറ്റ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, വളരെയധികം ഡിറ്റർമിനേഷൻ ആവശ്യമാണ്. ഇപ്പോൾ ഫോക്കസ് ആവശ്യമാണ്. ഫോക്കസ് ഷാറ്റേഡായി കിടക്കുകയല്ല വേണ്ടത്. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ പാത്ത് റൈറ്റ് നൗ. അതുപോലെ ഡിസിപ്ലിൻ ബീറ്റ്സ് ഇമോഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മടിയുണ്ടാകുന്നു, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ശീലം, ആ ഡിസിപ്ലിൻഡ് റുട്ടീൻ നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്, ഒരു മാറ്റം ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ എവ്രിതിങ് ഈസ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. നിങ്ങളുടെ കൺട്രോളിലല്ല ആ മാറ്റം ഉള്ളത്, പക്ഷെ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഈ മാറ്റം ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോളിന് ഫേവറബിളായിട്ടുള്ള മാറ്റമാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക, ഫ്ലെക്സിബിളാക്കി മനസ്സിനെ വെക്കുക. ബിക്കോസ് ലക്ക് ഇസ് ഫേവറിങ് യു ആൻഡ് ലക്ക് കംസ് ഇൻ ദ ഫോം ഓഫ് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നാം. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട, ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്, ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ ആവശ്യമാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ആ വിസ്ഡം ഉണ്ടായിരിക്കണം. ആ വിസ്ഡം എന്ന് പറയുമ്പം തിരിച്ചറിവുകളുണ്ടല്ലോ. പലപ്പോഴും പലരും നമ്മളുടെ അടുത്ത് ഹീലിങ്ങിന് വരുമ്പോൾ തിരിച്ചറിവുകളാണ് ഹീലിംഗ് എന്ന് തിരിച്ചറിയാതെയാണ് ആൾക്കാർ വരുന്നത്. ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ അവർ ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യണം എന്നറിയാം, അതിനെ ഒരു പ്രോസസ്സായി മാത്രം കാണുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറുകയാണ്. അത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു ശീലം നമ്മൾ മെല്ലെ ഉണ്ടാക്കി ഗ്രാജ്വലി മാറുകയാണ്. ആ ഗ്രാജ്വലായിട്ട് മാറുന്ന ആ മാറ്റത്തിന് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ടുള്ള കാലം മുഴുവനായിട്ട് മാറ്റാനുള്ളൊരു പവർ അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണമാണ് ഉണ്ടാകുന്നത്.